ഹമാസിനെ വകവരുത്താനുള്ള ഇസ്രായേലിന്റെ യുദ്ധം 6 മാസവും പിന്നിട്ട് കടുത്ത മനുഷ്യക്കുരുതിയായി മാറിക്കഴിഞ്ഞു. ഇസ്രായേലിനെയോ ഗാസയെയോ മാത്രമല്ല ഈ യുദ്ധം ബാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്ത ഇസ്രായേലിന്റെയും തുർക്കിയുടെയും വ്യാപാര ബന്ധം സംബന്ധിച്ചുള്ളതാണ്. തുടരുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള വ്യാപാര കയറ്റുമതി നിയന്ത്രിക്കാനാണ് തുർക്കിയുടെ തീരുമാനം. ഇതിന് മറുപടി എന്നോണം തുർക്കിയിലേക്കുള്ള വ്യാപാര കയറ്റുമതി നിയന്ത്രിക്കാൻ ഇസ്രായേലും തീരുമാനിച്ചിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് വരെയാണ് ഇസ്രായേലിലേക്കുള്ള കയറ്റുമതി തുർക്കി പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളും ഈ സാഹചര്യവും നമുക്ക് പരിശോധിക്കാം. സംഘർഷം ആരംഭിച്ചതിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേലിനെതിരായ അങ്കാറയുടെ ആദ്യ സുപ്രധാന നടപടി കൂടിയാണ് ഇത്. ഇസ്രായേലിലേക്കുള്ള 54 തരം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലാണ് തുർക്കി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. സ്റ്റീൽ, ഇരുമ്പ്, മാർബിൾ തുടങ്ങിയ നിർമ്മാണ ഉൽപ്പന്നങ്ങൾ, ജെറ്റ് ഇന്ധനം, അലുമിനിയം, രാസവളങ്ങൾ എന്നിവ ഈ ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഇതിന് മറുപടിയായി തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയാണെന്ന് ഇസ്രായേലും അറിയിച്ചു കഴിഞ്ഞു. ഗാസയിലെ സൈനിക നടപടികളുടെ കടുത്ത വിമർശകരായിരുന്നു എന്നും തുർക്കി. സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏതെങ്കിലും സാധനങ്ങൾ ഇസ്രായേലിന് അയക്കുന്നത് തുർക്കി നേരത്തെ തന്നെ നിർത്തിയിരുന്നതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. തുർക്കിയിലെ പ്രധാന പ്രതിപക്ഷമായ റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി CHPയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇസ്രായേലിലേക്കുള്ള കയറ്റുമതി നിയന്ത്രിക്കാനുള്ള തീരുമാനത്തെ പിന്തുണച്ചെങ്കിലും നടപടികൾ വേണ്ടത്ര മുന്നോട്ട് പോയിരുന്നില്ല. ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള ഓപ്പറേഷനിൽ തുർക്കിയെ ഇസ്രായേൽ വിലക്കിയിട്ടുണ്ട് എന്നത് മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും സഹായം അനുവദിക്കുകയും ചെയ്യുന്നതുവരെ ഇസ്രായേലിനെതിരെ പ്രതികരിക്കുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. ഗാസയിലെ പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് വ്യോമമാർഗം സഹായം എത്തിക്കാനുള്ള ശ്രമം തടയാൻ ഇസ്രായേലിന് ഒരു ഒഴിവുകഴിവുമില്ല എന്നും ഫിദാൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. ഇതേസമയം തുർക്കി ഇസ്രായേലുമായുള്ള വ്യാപാര കരാറുകൾ ഏകപക്ഷീയമായി ലംഘിച്ചുവെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പക്ഷം. കഴിഞ്ഞ മാസം നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട തുർക്കി പ്രസിഡന്റ് റജബ് ത്വായിബ് എർദോഗാൻ സർക്കാർ ഇസ്രായേലുമായുള്ള വ്യാപാരം നിർത്താൻ കടുത്ത സമ്മർദ്ദം നേരിടുകയാണ്. ലാഭകരമായ വാണിജ്യ ബന്ധങ്ങൾ തുടരുന്നതിനിടയിലും ഇസ്രായേലിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ സർക്കാർ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് ആരോപണങ്ങളുമുണ്ട്. തുർക്കിയുടെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ പങ്കുള്ള എർദോഗാൻ 2003-ൽ അധികാരമേറ്റതു മുതൽ പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ കാണിക്കുന്ന സമീപനത്തിന്റെ കടുത്ത വിമർശകനായിരുന്നു. ഗാസയിലെ സൈനിക ആക്രമണത്തെ തുടർന്ന് തുർക്കി നേതാവ് ഇസ്രായേലിനെതിരായ വിമർശനങ്ങൾ കൂടുതൽ ശക്തമാകുകയും ചെയ്തിട്ടുണ്ട്. എർദോഗാൻ ഗാസയിലെ ഹമാസ് കൊലപാതകികളെ പിന്തുണച്ചുകൊണ്ട് തുർക്കിയിലെ ജനങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളും മറ്റും ബലി കഴിക്കുകയാണെന്ന നടപടികളോട് പ്രതികരിക്കവേ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വിമർശിച്ചു. കൂടാതെ തുർക്കിയിൽ നിക്ഷേപം നിർത്താനും തുർക്കി സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും US ഓർഗനൈസേഷനുകളോട് കാറ്റ്സ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങളെ തുടർന്ന് 2022-ൽ ഇരു രാജ്യങ്ങളിലേക്ക് അംബാസഡർമാരെ നിയമിച്ച് തുർക്കിയും ഇസ്രായേലും ബന്ധം സാധാരണ നിലയിലാക്കിയിരുന്നു. ടർക്കിഷ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് 2023-ൽ ഇസ്രായേലിലേക്കുള്ള തുർക്കി കയറ്റുമതി $5.4 ബില്യൺ ആയിരുന്നു. ടർക്കിഷ് എക്സ്പോർട്ടേഴ്സ് അസംബ്ലി TIM പ്രസിദ്ധീകരിച്ച ഡാറ്റ അനുസരിച്ച് ഒക്ടോബർ 7 മുതൽ ഇസ്രായേലുമായുള്ള വ്യാപാരം കുറഞ്ഞെങ്കിലും 2023-ൽ ഇതുവരെ ഇസ്രായേലിലേക്കുള്ള കയറ്റുമതി ഓരോ മാസവും വർദ്ധിച്ചു. വർഷത്തിന്റെ ആദ്യ പാദത്തിലെ മൊത്തം കയറ്റുമതി $1.1 ബില്യൺ ആയിരുന്നു. ജനുവരി മുതൽ ഇസ്രായേലിനായി ചാരപ്പണി നടത്തി എന്ന സംശയത്തിൽ തുർക്കി അധികാരികൾ സ്വകാര്യ ഡിറ്റക്റ്റീവുകൾ, തുർക്കിയിൽ താമസിക്കുന്ന പലസ്തീനികൾ ഉൾപ്പെടെ നിരവധി ആളുകളെ തടവിലാക്കിയിട്ടുമുണ്ട്.